ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആലു കച്ചോരിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ആണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്കിട്ട് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരു 7 വിസിൽ വരുന്നവരെ വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മാവ് കുഴച്ച് വയ്ക്കാം. അതിനായിട്ട് 1.5 കപ്പ് മൈദ ഒരു ബൗളിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും 3 സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവ് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചത് തൊലി കളഞ്ഞ് ഉടച്ചെടുക്കാം. ഇനി ഫില്ലിങ്ങിന് വേണ്ട ബാക്കി സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു സവാള, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത് 3ഉം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തയ്യാറാക്കി വയ്ക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂൺ ജീരകവും ഇളക്കി നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ചൂടാറാൻ വേണ്ടി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ചൂടാറി കഴിയുമ്പോൾ ഇത് ചെറിയ ചെറിയ ഉരുളയ്ക്ക് വയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈദമാവ് പരത്തിയെടുക്കാം. അതിനായിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് ചെറിയ ചെറിയ ഉരുളയ്ക്ക് വയ്ക്കുകയാണ്. എന്നിട്ട് അത് ഓരോന്നെടുത്ത് കൈകൊണ്ട് തന്നെ പരത്തി അതിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ബോൾ വെച്ച് കൊടുത്ത് പതുക്കെ ഒന്ന് അമർത്തി സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് ഒരു മീഡിയം സൈസിൽ പരത്തിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോന്നും പരത്തിയെടുക്കുകയാണ്. ചപ്പാത്തി പരത്തുന്ന പോലെ കോല് ഉപയോഗിച്ച് പരത്തിയെടുത്താലും മതിയാകും. ഇത് ഓരോന്നും പൊട്ടിപ്പോകാത്ത വിധത്തിൽ പരത്തിയെടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന കച്ചോരികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് 2 സൈഡും ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ആയതുകൊണ്ട്. ഇനി ഇത് ചെറിയ ചൂടോടെ നമുക്കിത് സോസ് ഉപയോഗിച്ച് കഴിക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.